ചിരിയാണ് എൻ്റെ വിഷയം. എങ്ങനെ ചിരിപ്പിക്കാം? ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ആ പുറകിലിരിക്കുന്ന കുറച്ച് ചുള്ളന്മാർ ഒരു 4 പേര് കൂടിയിരുന്ന് ഗംഭീര വർത്തമാനമാണ്. അത് മുട്ടൻ കോമഡിയാണ്, എനിക്കറിയാം. അത് ഞാൻ കേട്ടു അത് സംഭവം. പക്ഷെ അത് ഫ്ലോറിൽ പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ സെൻസർ ചെയ്ത് പറയേണ്ടി വരും. അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 4 പേര് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, 4 പേര് കൂടിക്കഴിഞ്ഞാൽ ഗംഭീര കോമഡിയാണ്. ശരിയല്ലേ? അതായത് എങ്ങനെ ഒരാൾക്ക് ചിരി വരാം? ഇപ്പോൾ ഇരിക്കണ മേഡം കസേരമേ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ ചിരിച്ചു പോകും. ചില ആളുകളുടെ വീഴ്ച നമുക്ക് ചിരിയാണ് അല്ലേ. എൻ്റെ അമ്മ വീണിട്ട് ഞാൻ ചിരിച്ചു, കാര്യമായിട്ട് എൻ്റെ അമ്മ വീണിട്ട് ചിരിച്ചു. സാധാരണ അമ്മയ്ക്ക് വീണാൽ ചിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇത് ഉണ്ടായ സംഭവമാണ്. ഈ മൺകുടത്തിൽ വെള്ളം കൊണ്ട് പോകാണ്ട് അമ്മ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇരിക്കേണ്ട അമ്മോട് പറഞ്ഞ അമ്മ അവിടെ വഴുക്കി എടുക്കുകയാണ്, മഴ പെയ്തിട്ട് വീടാണ്ട് നോക്കണം. പിന്നെ ഞാൻ മറ്റേ ഇന്നസെൻ്റായിട്ട് പറഞ്ഞവർ ഇതല്ല ഇതിൻ്റെ അപ്പുറം അല്ലേ അമ്മ അല്ലേ. അമ്മ ഞാൻ കൊണ്ടുപോകാൻ മൈൻഡ് ചെയ്തില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ പ്ലക്കോ ഒരു സൗണ്ടും കേട്ട് എന്ന് നോക്കിയപ്പോൾ ആ കെടുക്കണ അമ്മയുടെ കെടുപ്പ് കണ്ടിട്ട് ചിരി വന്നു പോയി. എന്ന് വെച്ചാൽ ഈ ഉണ്ണിയാർച്ചയൊക്കെ വാളും പരിചയം പിടിച്ചിട്ട് ഇങ്ങനെ കെടുക്കില്ലേ അമ്മേ. ആ ചിരിച്ചുകൊണ്ടിരിക്കണ എന്നെ നോക്കി എൻ്റെ അമ്മ പറഞ്ഞ കാര്യമുണ്ട്, എടാ കാല ചിരിക്കാണ്ട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചില ആളുകളുടെ വീഴ്ച നമുക്ക് ചിരി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ചിരി കണ്ടെത്താനായിട്ട് വേറെ എങ്ങും പോകണ്ട. 4 പേര് കൂടുമ്പോൾ അവിടെ ഒരു കോമഡി ഉണ്ടെങ്കിൽ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട് അല്ലേ രമേശ് ചേട്ടാ? അത് പ്രത്യേകിച്ച് മലയാളികൾ അല്ലേ. അപ്പം എന്തായാലും നല്ലതിന് എന്ന് കൈ നീട്ടി സ്വീകരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ നാട്ടിൽ എന്നെ ചിരിപ്പിച്ച കുറേ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേട്ടൻ ഗോപാലൻ ചേട്ടനാണ്. അത് ലോപിച്ച് ബാലൻ ചേട്ടനായി കേട്ടോ. ഈ ഗോപാലൻ ചേട്ടനെ ഞാൻ കാണുമ്പോൾ എപ്പോൾ കണ്ടാലും ആളിങ്ങനെയാണ്. പിടുത്തം കിട്ടിയോ? ചായക്കടയാ. എപ്പോൾ കണ്ടാലും ഇങ്ങനെ തന്നെ ചായക്കടയാണ്. ഈ ചായക്കടയ്ക്ക് ഒരു പ്രത്യേകത, ചായക്കടയുടെ പേര് തന്നെ സച്ചിൻ ചായക്കട എന്നാണ്. സച്ചിൻ ചായക്കട എന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ കൈയടിച്ചു. ഞാൻ വെയിറ്റ് ചെയ്യാം കൈയടിച്ചോളൂ. ഇതിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വലിയ കലാകാരനെ നെഞ്ചോട് ഏറ്റെടുത്ത, അതുപോലെ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാരൻ നെഞ്ചോട് ഏറ്റെടുത്ത ഈ ഗോപാലൻ ചേട്ടൻ ഈ കടയിൽ ഒരുപാട് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചായക്കടയിൽ ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ മാത്രം വേറൊരു ഫോട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഏത് ബാലൻ ചേട്ടൻ ഈ ഫോട്ടോ ഈ കളിക്കാരനെ കണ്ടല്ലോ? അതൊരു സിനിമാ നടൻ്റെ പേരാണ്, അത് സിനിമാ നടനെ വെച്ചേക്കണേ. അപ്പം ഏത് സിനിമാ നടൻ? ഇത് തെലുങ്ക് സിനിമയിലെ ജലജീവി, നീ അറിയില്ലേ? ചിരഞ്ജീവി. ഇതാണ് നമ്മുടെ ബാലൻ ചേട്ടൻ. എല്ലാം അറിയാം, പറയുന്നതൊക്കെ മണ്ടത്തരം. എന്താ ബാലൻ ചേട്ടൻ? കട തുറക്കാൻ നേരം വൈകിയേ, അക്ഷരങ്ങൾ മാറ്റി പറയുന്ന ഒരാളും കൂടിയാണ്. എന്താ കട തുറക്കാൻ നേരം വൈകിയേ? പശാശിയായിട്ട പിശു കറക്കാൻ സമ്മതിച്ചില്ല എന്ന്. പിഷു അല്ല, പശാശിയായിട്ട പിശു കറക്കാൻ സമ്മതിച്ചില്ല എന്ന്. മനസ്സിലായി? അക്ഷരങ്ങളായി തങ്ങൾ ഇങ്ങോട്ട് മാറ്റി പറയുന്ന ബാലൻ ചേട്ടൻ. ഇതുപോലെയുള്ള ഈ ബാലൻ ചേട്ടൻ ഒരു ദിവസം ബാലൻ ചേട്ടനെ പോലീസ് പിടിച്ചു. എല്ലാ പോലീസുകാരും ഈ കടയിൽ ഒന്ന് ചായ കുടിച്ചു. ഈ പോലീസുകാരായിട്ട് ഭയങ്കര കമ്പനിയാണ് ആളെ. അപ്പോൾ ഈ പോലീസുകാരായിട്ട് കമ്പനി ആയപ്പോൾ ആള് അതിൻ്റെ കഷ്ടത്തിലൊക്കെ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് പോലീസായിട്ട് ഭയങ്കര ടൈപ്പാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് നടക്കുന്നത്. പലരും വന്ന് ബാലൻ ചേട്ടാ സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടെന്ന് പറയുമോ പോലീസുകാരോട്? അതിനെന്താ ഞാൻ ശരിയാക്കി തരാം. ഇതാണ് അവസാനം ചീട്ട് കളിക്കാൻ പോയ ബാലൻ ചേട്ടനെ ഈ പോലീസ് തന്നെ പിടിച്ചു. ഈ പോലീസ് തന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് പോലീസ് AP കയറ്റി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാലൻ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ബാലൻ ചേട്ടാ പോലീസ് കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെ കൂട്ടുകാരന്മാരല്ലേ വല്ലതും ചെയ്തോ? എന്നെ തൊട്ടില്ല, ആ പോലീസുകാർ എന്നെ തൊട്ട്. ഇത്രയും കമ്പനിയായി പോലീസുകാർ. അപ്പൊ ചേട്ടനെ പിടിച്ചപ്പോ ഒരു ഇടി ഇടിച്ചല്ലോ. ഒറ്റ ഇടിയാണ് എന്നെ ഇടിച്ചുള്ളൂ അല്ലേ. അപ്പൊ ചേട്ടൻ ആ ജീപ്പിന്റെ അവിടെ കൊണ്ടുവന്നപ്പോ ഒരു ഇടി കൂടി ഇടിച്ചല്ലോ. അങ്ങനെ രണ്ടിടി ഇടിച്ചുള്ളൂ. എവിടെ നീരാൻ സമയം കിട്ടില്ല മനുഷ്യന്, പൂരിടിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബാലൻ ചേട്ടൻ കടം കൊടുത്ത് ക്രിക്കറ്റിനെ സ്നേഹിച്ച് ക്രിക്കറ്റ് ആ കടയിലത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടാ. കടയിൽ വിൽക്കാൻ വെച്ചേക്കണ സാധനങ്ങൾ എല്ലാം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട. കോർക്ക് ബോൾ പോലെ ഇരിക്കണ ഉണ്ടംപൊരി, അത് തിന്നണമെങ്കിൽ ഇത്തിരി പാടാ. ടെന്നീസ് ബോൾ പോലെ ഇരിക്കണ സുഖിയൻ. ഇനി സ്റ്റമ്പ് പോലെ ഇരിക്കണ കൊള്ളപ്പം. ഇനി ആ കൊള്ളത്തുമ്പോൾ ഒരു ബെയിൽസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിന് പകരം നമ്മുടെ ധർമ്മേട്ടൻ പറഞ്ഞ മാതിരിയുള്ള രതീഷ് ഒരു കൈയടി കൊടുത്ത. എന്തായാലും അപ്പൊ ഇത്തരം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആള് കടം കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ബാലൻ ചേട്ടൻ. ഇത് കാര്യമായിട്ടുണ്ടായി ഉള്ള സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഈ ആത്മഹത്യ ചെയ്യാൻ പോയ ഈ ഗോപാലൻ ചേട്ടൻ വീട് വിട്ടിറങ്ങിപ്പോയി. മോളുടെ വീട്ടിൽ പോകണ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, ഗോപാലൻ ചേട്ടനെ കാണാനില്ല. പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇന്റെ ആളെ കാണാനില്ല, ഗോപാലൻ ചേട്ടനെ കാണാനില്ല. ആക്കെ പരിവേശം. മക്കളൊക്കെ വീട്ടിലേക്ക് വന്നു, ഗോപാലൻ ചേട്ടനെ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട ചേച്ചി, നമുക്കിവിടെ ജോത്സ്യനുണ്ട്. ആളെ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കുന്ന ജോത്സ്യനാണ്. ദോഷം എന്നാണ് ആളുടെ പേര്. ആ ദോഷം ജോത്സ്യരെ കൊണ്ടുവന്നു. അപ്പൊ എല്ലാവരും ഒരു ശ്മശാന മുഖതയിൽ ഇരിക്കുകയാണ്. ജോത്സ്യൻ എന്താ പറയണേ നോക്കണ്ടേ. ജോത്സ്യൻ വേഗം ഒരു വെറ്റിലെടുത്തു, കുറച്ച് മഷിയൊക്കെ തേച്ചു, ഭയങ്കര സൈലന്റ് ആട്ടോ. ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പറയാ, ഈ ബാലൻ എന്ന് പറഞ്ഞ ആള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട വശം ഒരാളവിടെ വെട്ടി വീണു. ആരാന്നറിയോ? ബാലൻ്റെ ഭാര്യ ബോധം കിട്ടു വീണു. ഇപ്പുറത്ത് മക്കൾ നിന്ന് അയ്യോ ഞങ്ങളുടെ അച്ഛൻ പോയേ എന്ന് പറഞ്ഞ് കൂട്ടാൻ നോലോളി ഇല്ലേ. അങ്ങനെ നോലോളിയും ബഹളമായിട്ട് നിൽക്കുന്ന സമയത്താണ് കോളിമ്പലടിക്കണേ. കോളിമ്പലടിച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷ് ട്രോഫി പിടിച്ചിരിക്കണ മാതിരി നമ്മുടെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ ബാലൻ ചേട്ടൻ കൈപ്പാട്ടയ്ക്ക് പിടിക്കണമാതിരി ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട ഒരു അടിയും കേട്ടു. ആരടിച്ചെന്ന് പറയും? ആദ്യത്തെ അടി.
ആ ബോധം കെട്ട് വീണ ബാലൻചേട്ടൻ്റെ ഭാര്യ ജോൺസൺ അന്നത്തോടി ജോൺസൺ നിർത്തിനാ പറഞ്ഞത്. അപ്പോൾ ഈ ഭാര്യ പറയാണ് എന്ത്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ബാലൻചേട്ടൻ തിരിച്ചു വന്നതെന്ന്. അപ്പം മക്കൾ പറഞ്ഞു അല്ല, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ അച്ഛൻ തിരിച്ചു വന്നതെന്ന്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിത് ബാലൻചേട്ടനോട് ചോദിച്ചു, ബാലൻചേട്ടാ ഈ മരിക്കാൻ പോയ ആളെന്തിനു തിരിച്ചു വന്നേ? അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടാണ് വന്നേക്കണെന്ന്, ഈ ഭാര്യ പറഞ്ഞിട്ടാണ്, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നേക്കണെന്ന് പറഞ്ഞു. മക്കൾ പറഞ്ഞു മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നേക്കണെന്ന് പറയണു. അപ്പോൾ ബാലൻചേട്ടാ ഇത് ഇങ്ങനെ എന്താ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ പറയാം, അതൊന്നും കേട്ടിട്ടൊന്നും വന്നല്ല, ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. പിന്നെ എന്തിട്ടാ പറഞ്ഞേട്ടാ പറയേ? അന്നാണ് ഇന്ത്യയുടെ 2020 ആരംഭിക്കണേ, അത് കാണാൻ വേണ്ടി വന്നതാണ് തിരിച്ച് ചാവാൻ പോയ ആള്. അപ്പോൾ ബാലൻചേട്ടൻ്റെ രസകരമായ സംഭവങ്ങൾ ഇനി വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വരും. താങ്ക് യു.